നമുക്കിന്ന് കാന്താരി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ചിക്കൻ. കാന്താരി ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാന്താരി മുളക്, കറിവേപ്പില, ഇഞ്ചി. ഇവ മൂന്നും മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ചതച്ച് ഒന്ന് അരഞ്ഞോട്ടെ പുരട്ടി കൊടുക്കണം ചിക്കൻ്റെ മേലെ. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കണം. കാന്താരി ചിക്കൻ്റെ കാന്താരി ചതച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ചിക്കൻ എടുത്തിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂണോളം തൈര്, ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കളറിന് വേണ്ടിയിട്ട്. നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം നേരം, ഒരു അരമണിക്കൂറോളം അവിടെ നിൽക്കട്ടെ, പിടിക്കട്ടെ. കാന്താരി ഫ്രൈ ചെയ്യാൻ ഫ്രൈ പാനിൽ അല്പം എണ്ണ ഒഴിച്ചു, ചൂടാവട്ടെ. എണ്ണയിൽ പുരട്ടി വെച്ച കോഴി കഷ്ണങ്ങൾ നിരത്തി വെച്ച് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. സവാള അരിഞ്ഞ് വെച്ചതും കൂടി വറുത്ത് കോരി വെക്കാം. അതിനോടൊപ്പം പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. നന്നായി വഴന്ന് വന്നതിന് ശേഷം ഞങ്ങൾ വറുത്ത് കോരി മാറ്റി വെച്ച ചിക്കനിലേക്ക് സവാളയും ഗ്രീൻ ചില്ലിയും കൂടി ഫ്രൈ ചെയ്തത് കൂടി അതിൻ്റെ അകത്ത് നിരത്തി കൊടുക്കാം. നമ്മുടെ കാന്താരി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കാന്താരി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വെച്ച ചിക്കൻ പീസസ് കുറച്ച് ബാക്കി വന്നു, കാന്താരി ചേർത്ത് പുരട്ടി വെച്ചത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചിക്കൻ റോസ്റ്റും കൂടി ഉണ്ടാക്കുകയാണ്. നമ്മുടെ കാന്താരി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം. നമ്മുടെ പൊടിക്കൈ ചിക്കൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്.